ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂസ്ഡേ സ്പെഷ്യൽ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്നത് പതിവ് പോലെ തന്നെ അഖിൽ വിദ്യാധറാണ്. നമ്മുടെ ചാനലിലുള്ള എല്ലാ കുക്കിങ് ഒരെണ്ണം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അഖിലേട്ടനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ വൈഫിന് ഇങ്ങോട്ട് കാണിക്കും. എൻ്റെ വൈഫിന് എന്താ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനുമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. സോ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇത് മാരിനേഷൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ഡ്രാഗൺ ചിക്കനും മറ്റതിനും ഫ്രൈഡ് റൈസിനുള്ള ചിക്കനും ഒരുമിച്ചെടുത്ത് കോൺഫ്ലവർ, മുട്ട, ഉപ്പ്, കുരുമുളക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ വെക്കണം. പയ്യനിടണേ, എൻ്റെ കയ്യിലോട്ട് തെറിക്കണ പോലെ തോന്നുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ പെണ്ണ് ഹെൽപ്പ് ചെയ്യില്ലേ, അഖിലേട്ടൻ തന്നെയാണോ, അഖിലേട്ടൻ എന്താ എൻ്റെ കൂടെ എന്താ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തന്നെ പറയും. ഞാൻ കുറച്ചൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ പുള്ളി എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ എന്തോ ഒരു എന്തോ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല. ഇപ്പോൾ 1.5 മാസം കൂടെ ഇങ്ങനെയൊക്കെ ഞാൻ നടക്കും. ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച ശേഷം ഇവളെ കൊണ്ട് ഫുൾ പണി ഞാൻ എടുപ്പിക്കും. അതാണ് തമാശക്കാരനാ, ഇതൊന്നും അങ്ങനെ വെറുതെ പറയുക ചുമ്മാ. എനിക്കങ്ങനെ വലിയ ക്രേവിങ്സ് ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ എൻ്റെ പ്രഗ്നൻസി കാലഘട്ടം ഇങ്ങനെ ടു ദ എൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് കാലം കൂടി നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ഉണ്ടാക്കി തരുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാണ്, ചൂണ്ടിട്ട് നോക്കി കൊളുത്തി. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നത് പ്രാക്ടീസ് ചെയ്യുകയാണോ അഖിലേട്ടാ? നമ്മുടെ ഈ പ്രഗ്നൻസി ജേർണി ഓൾമോസ്റ്റ് എൻഡാവാറായി. അപ്പോൾ ഒരു അച്ഛനാവാനുള്ള തയ്യാറെടുപ്പ് എത്രത്തോളമാണ്? ഞാൻ കല്യാണത്തിന് മുമ്പേ അച്ഛനാവാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളാണ്. അതെ അതെ, കൊച്ചിനുള്ള പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് കൊച്ചിൻ്റെ പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛനായ ഒരാളാണ്, പക്ഷേ കല്യാണം കഴിച്ച ഒരാളാണ് അഖിലേട്ടൻ. പിന്നെന്താ, നോക്കാം. ഇങ്ങനെ എനിക്കിപ്പോഴേക്കല്ലേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് ഞാൻ തിരക്കായിരിക്കും. എന്താ തിരക്ക്? ഞാനിനി വർക്കിന് കയറാൻ പോവാ. ഞാനിനി വെറുതെ പോസ്റ്റ് അടിച്ച് വന്നിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വർക്കൊന്നും അധികം എടുത്തിട്ടില്ല. സോ ഇവിടെ ഒന്ന് പ്രസവിപ്പിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ പണിയൊക്കെ നോക്കാനായിട്ട്. ഇത് എൻ്റെ കൈ പൊള്ളി കൈസ്. ഇത് ഒരു പെൺകുട്ടിയുടെ ആർത്തി കാരണമാണ് ഇത് പൊള്ളിയത്. നീ അത് എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറി തിരിഞ്ഞപ്പോൾ എനിക്ക് അപകടം പറ്റി. ഇത് പേസ്റ്റാണ്, ഉപ്പുള്ള പേസ്റ്റ്. ഫ്രൈഡ് റൈസ് പരിപാടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം തീ കൂട്ടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഇഞ്ചി, വെളുത്തുള്ളി അതാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടത്. നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളും വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പം നമുക്കിതൊക്കെ ഇളക്കി കൊടുക്കാൻ പറ്റും, പിന്നീട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിതൊന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, 3 കളർ ക്യാപ്സിക്കം ഉണ്ട്, ഇട്ട് കൊടുക്കണം. നല്ല രസമുണ്ട് കാണാൻ. പൂക്കളത്തിലേക്ക് നോക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇത് മുട്ട പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ആദ്യമേ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അരി ഇട്ടതിന് ശേഷം ഈ ഇതൊട്ട് ഇളക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ മാക്സിമം ഈ ഇതുപോലത്തെ തടിയുടെ കയ്യിൽ കൊണ്ട് ഇളക്കുക. ശരിക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന മറ്റേ കടായിലല്ലേ? കടായിലാണ്. കടായി ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ, എൻ്റെ വീട്ടിലുണ്ട് കടായി. നിൻ്റെ അച്ഛൻ ഹോട്ടലിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് നിൻ്റെ അച്ഛൻ കടായിയും എല്ലാം വിൽക്കും. നമുക്ക് ആ ഹോട്ടലിൻ്റെ പരിപാടി ഇല്ല. ഓക്കെ,
പക്ഷെ കടായി ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഹൈ 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 എൻ്റെ മേത്തോട്ട് ചെയ്തിട്ട് ഇത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ വിശക്കുമ്പോൾ അങ്ങനെ തിന്നു കഴിഞ്ഞാൽ കൈയും വെട്ടും കാലും വെട്ടും, ഇത്രേ ഉള്ളൂ. ഇത് സ്ഥിരം പരിപാടിയാണ് അടിച്ചു മാറ്റി തീറ്റൽ. കിട്ടിയ ക്യാഷിൽ ഞാനൊരു ചിക്കൻ എടുത്തു. നീ ഇപ്പം പോയ സമയത്ത് ഞാൻ ഇതിൽ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. ആരോട് ചോദിച്ചിട്ടിട്ടു? ഇപ്പൊ ഓഡിയൻസ് ഉപ്പിടാണ്ട് ഉണ്ടാക്കിയില്ലേ? കാരണം അവർ കണ്ടിട്ടില്ല ഉപ്പിടുന്നത്. കുറച്ച് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത്രയും മതി. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി കിട്ടിയാൽ ഒരുപാടൊക്കെ അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ ആദ്യം മുട്ട ഇട്ട് കൊടുക്കണം. മുട്ടയിട്ട് ഒരു 2 ഇളക്ക്, 2-3 ഇളക്കായി. ചെറുതായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട്, അയ്യോ ചിക്കൻ ഇടാൻ പറ്റുമോ? ചിക്കനും കൂടെ ഇട്ടേക്കാം. ചിക്കനും നമ്മളിട്ട് ഒരു 2-3. ചിക്കൻ ശരിക്കും ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് പൊതുവെ? ഇല്ല, ബോയിൽഡ് ചിക്കനാണ് ഇടുന്നത് അവർ. പക്ഷെ ഞാൻ മറ്റേത് ഫ്രൈ ചെയ്തപ്പോൾ അതിനുള്ളതും കൂടെ ഞാൻ ഇട്ടു. പിന്നെ നമ്മൾ ഇതിപ്പോ റൈസിനേക്കാളും കൂടുതൽ വെജിറ്റബിൾസ് ആണല്ലോ. നമ്മൾ ഇങ്ങനത്തെ റൈസാണ് ഇടുന്നത്. ഇത് ബസുമതി റൈസ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ്. ഇനി ഇതിലേക്ക് ഫ്രഷായി പൊടിച്ചു വെച്ച കുരുമുളക് പൊടി, ഇത് റം ഒഴിച്ച് വെച്ചിരിക്കുന്നതല്ല, സോയ സോസും വൈറ്റ് വിനീഗറുമാണ്. അത് നമ്മൾ കുറച്ച് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇനിയാണ് ഈ റൈസ് എപ്പോൾ വേണോ ഇളകാമെന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. റൈസിൽ ഈർപ്പമൊന്നുമില്ല, പക്ഷേ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാണ്ട്. മറ്റേ സാധനം ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. വെറുതെ ഉള്ളത് കൂടെ കളയണ്ട. ഇതാണ് സാധനം. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യരുത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പണി പാളും. ലാസ്റ്റ് നമുക്കിങ്ങനെ സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വായി വയ്ക്കാൻ കൊള്ളാമെന്ന് കൂടെ നോക്കണം. സെറ്റല്ലേ താനോ? ഉപ്പ് കുറവല്ലേ? ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ഒന്നുകൂടെ ഉണ്ടാക്കാനുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ. ഇനി നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന് കുറച്ച് മുമ്പ് ഒരു പണി കൊണ്ട് വെയിറ്റ് ചെയ്യും. നമുക്ക് തുടങ്ങുകയാണ്. നമ്മളിതാ ഇത് കാണിച്ചാൽ മതി. അടുക്കളയൊന്നും കാണിക്കല്ലേ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഷൂ ആക്കണം. ഷൂ ആക്കി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സലോവ, ഇതെല്ലാം നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഇതിങ്ങനെ വരുമ്പോൾ കുറച്ച് മതി, കുറച്ച് നേരം ഇങ്ങനെ ആക്കുക. ആ സവാളൊക്കെ ഒന്ന് വേർപെട്ട് തുടങ്ങുമ്പോൾ കുറച്ച് പച്ചമുളക്. എന്തോ അത് പൊട്ടിത്തെറിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ സാധനം ക്യാപ്സിക്കങ്ങൾ, വാടണം. ക്യാപ്സിക്കം ഉണ്ടോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും വിചാരിക്കും ഞാൻ പണ്ട് ഏതോ ഹോട്ടലിൽ നിന്നിട്ടുണ്ടെന്നൊക്കെ. നിങ്ങളും വിചാരിക്കും. നിങ്ങൾ വിചാരിച്ചോ? എനിക്കൊന്നുമില്ല.
നമുക്കിത് ഇങ്ങനെ ആക്കുന്നതാണ് കുറച്ചുകൂടെ ഉണ്ടോ ഹൈ. ആ ഇപ്പോഴാണ് ശരിയായത് കേട്ടോ. കുറെ നേരം കാണിച്ചിട്ട് ഇല്ലല്ല അത് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ട വേണ്ട. പേടിയായതുകൊണ്ട് ഈ പാത്രവും നല്ല വെയിറ്റ് ഉണ്ടേ. അതായത് ഇങ്ങനെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. വാടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് ശരി ടൊമാറ്റോ സോസ്, പിന്നെ റെഡ് ചില്ലി സോസ്. ഇതാണ് റെഡ് ചില്ലിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ പണിപ്പാളും. പിന്നെ സോയ സോസ്. ഇതിൻ്റെ കളറേ മാറി. Did you notice that? ഇതൊന്ന് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. ഇനി മറ്റേ സൊനാപ്പിക്ലേഷൻ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കാണിക്കണ്ട, അത് തെറിച്ച് പോവും. അതിലേക്ക് റോസ്റ്റഡ് കാഷ്യൂ കുറച്ച്, ഒരു ഡെക്കറേഷൻ. റോസ്റ്റഡ് കാഷ്യൂ ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ച റോസ്റ്റഡ് കാഷ്യൂ ആണ്. ഓൾറെഡി മേടിച്ച് വെച്ച റോസ്റ്റഡ് കാഷ്യൂ? ആ അവിടെ പോയപ്പോൾ മേടിച്ചായിരുന്നു. ഇതൊന്നും എന്നെ കാണിക്കുന്നില്ലല്ലോ. അങ്ങനെ നിന്നെ കാണിച്ചു കഴിഞ്ഞാൽ അളവ് കുറയും. ഇത് ഇപ്പം ചിക്കൻ്റെ അളവ് തന്നെ എന്തോരം കുറയുന്നത് നീ നോക്ക്. ഇടയ്ക്കിടയ്ക്ക് തിന്നതെന്ന് വീഡിയോ എടുത്തപ്പോൾ തിന്നതുണ്ട്, അല്ലാതെ വീഡിയോ എടുക്കാതെ തിന്നതുണ്ടല്ലോ. ഓക്കെ മതി. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കഴിഞ്ഞില്ലേ ഇത്. പിന്നെ ഇത് സെസമി എന്ന് പറയും ഇതിനെ. ഇത് ചുമ്മാ ഇങ്ങനെ ഡെക്കറേഷൻ നമ്മൾ കണ്ട ഹൈ വെള്ളയുള്ള അത് തന്നെ ഹോട്ടലിലെ ലുക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇത് വളരെ സ്പെഷ്യൽ ടേസ്റ്റി ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് സത്യം പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ സാധനങ്ങൾ അരിയേണ്ടതും പിന്നെ കുറച്ച് പാത്രം കഴിവേണ്ട പ്രശ്നമുണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്ന് കല്യാണിയുടെ ഡിന്നർ. ലഞ്ച് സോറി, ഡിന്നർ തന്നെ. ഡിന്നർ ഇത് തന്നെ. വരൂ നമുക്ക് നമ്മുടെ ഈ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്ന പോലെ തോന്നും. ഇത് വലത്തെ കൈയാണ് കേട്ടോ. കൊള്ളാം. ഞാൻ നിവിൻപൊളി പോലെ വിചാരിക്കട്ടെ ആൾക്കാര്. ഏത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കറിയാം. ഡ്രാഗൺ സൂപ്പർ ആയിട്ടുണ്ട്. ഡ്രാഗൺ ചിക്കനോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അല്ലല്ലോ വീഡിയോ ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊക്കി പറഞ്ഞു. പിന്നെ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ആയിരുന്നു. ഇതുപോലത്തൊരു ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും ഞാൻ കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് പൊക്കി അടിക്കും. ആരെങ്കിലും കണ്ണിൽ ഉണ്ണിയാണ് എന്തെങ്കിലും ഏട്ടൻ. അങ്ങനല്ലേ അക്കാര്യം ഞാൻ ഏറ്റ്. ഓവറായിട്ട് പറയരുത്. പക്ഷെ കൊള്ളാം കേട്ടോ. കൊള്ളാം. ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നില്ല, പക്ഷെ നന്നായിട്ടുണ്ട്. കൊള്ളാം. ഒരു ഹോട്ടൽ തുടങ്ങിയാലോ? നമ്മൾ ഹോട്ടൽ തുടങ്ങിയാൽ ഒന്നും നമുക്ക് നഷ്ടമായിരിക്കും. ഞാനും നീയും തിന്നും.
ഇനി കൊച്ചൊന്നും കൊച്ചു ഇരുന്ന് തിന്നും അച്ഛൻ്റെ അമ്മയുടെ ഹോട്ടലല്ലേ. അപ്പം കൂട്ടുകാരെ പിടിച്ചോണ്ട് തിന്നും. അപ്പോൾ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛന് ഹോട്ടൽ ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ തന്നെയായിരുന്നു സ്ഥിരം അവിടെ പോയി തിന്നും. ആദ്യമൊക്കെ അയാൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അയാൾ തളയ്ക്ക് പിടിച്ചിരുന്നുള്ളൂ. അങ്ങനെ അപ്പം ആ മനുഷ്യനായിരുന്നു മരിച്ചില്ല. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി പാത്രങ്ങൾ ആക്ച്വലി അക്കി കുറച്ചൊക്കെ എന്താണ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കതൊന്ന് കഴുകിയെടുത്താൽ മതി. കാര്യം ഇച്ചിരി വെകിളിത്തരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ കുറച്ച് ബ്ലെസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല പാത്രം കഴുകാനോ കുക്ക് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ലാത്തൊരു മഹത് വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. ഇത് പുള്ളി എന്നെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുന്ന ഉദ്ദേശം ഞാൻ നേരത്തെ കേൾപ്പിച്ചല്ലോ. ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ്. സോ അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ ചുമ്മാ ഒരു വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങളൊരു കുക്കിംഗ് ചെയ്യണം എന്തായാലും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അക്കിയേട്ടൻ്റെ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. പിന്നെ ഒരു ഇതുള്ളത് അക്കിയേട്ടനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ റെസിപ്പി ചോദിക്കും, ചേട്ടാ അതങ്ങനെയായിരുന്നു ഇങ്ങനെ. അപ്പം അക്കിയേട്ടൻ ഇങ്ങനെ തപ്പും. അങ്ങനെ ചില അനുഭവങ്ങൾ അക്കിയേട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് റോഡിൽ വെച്ച് കാണുമ്പോൾ ചിക്കൻ കറിയുടെ ഒക്കെ റെസിപ്പി ചോദിച്ചു എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഏട്ടനെ പാനിക് ആക്കരുത് കേട്ടോ. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം, ഉടനെ വരാം. അപ്പം അതുവരെ ടാറ്റാ. ആയി ഞാൻ ആ ടാറ്റ പറയുമ്പോൾ തന്നെ കയറി വന്നു.